കെപിസിസി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന ആവശ്യത്തിൽ തർക്കം. തീരുമാനമെടുക്കാനാകാതെ പുതിയ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് സമ്മർദ്ദത്തിൽ. പഴയ ഭാരവാഹികളെ മാറ്റില്ലെന്ന സൂചനയിൽ നേതാക്കൾക്കിടയിൽ കടുത്ത അമർഷമാണ്. അതേസമയം പുനഃസംഘടനയിൽ ചർച്ചകൾ ആരംഭിച്ചെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. രമേശ് ചെന്നിത്തല, വി.എം. സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ കെപിസിസി അധ്യക്ഷന്മാരായപ്പോൾ പഴയ ഭാരവാഹികളെ മുഴുവൻ മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന നടത്തി. എന്നാൽ സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ മാറി. പഴയ നേതാക്കളെ മുഴുവൻ മാറ്റാനാകില്ലെന്നാണ് പുതിയ നിലപാട്. ഇക്കാര്യത്തിൽ സണ്ണി ജോസഫിന് പിന്നിൽ വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് വിവരം. 4 വർഷമായി സുധാകരൻ കമ്മിറ്റിയിൽ തുടരുന്ന ഭാരവാഹികളുമായി മുന്നോട്ടു പോകാൻ പുതിയ നേതൃത്വം ധാരണയായെന്നാണ് സൂചന. പുനഃസംഘടനയിൽ ചർച്ചകൾ ആരംഭിച്ചെന്ന് വ്യക്തമാക്കിയ സണ്ണി ജോസഫ് എന്നാൽ സമ്പൂർണ്ണ പുനഃസംഘടന ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പ് പറയുന്നില്ല. അങ്ങനെ ടീമില്ല, കോൺഗ്രസ് ടീം. മുഖ്യമന്ത്രി മാറിയ മന്ത്രിമാരെല്ലാം, പക്ഷെ അങ്ങനെ പാർട്ടിക്കില്ല. എന്നാൽ ആവശ്യമായ മാറ്റങ്ങൾ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ പിന്നെ എന്തിനാ ആരംഭിക്കാതിരിക്കുന്നത്? രമേശ് ചെന്നിത്തല, വി.എം. സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ കെപിസിസി അധ്യക്ഷന്മാരായിരിക്കെ DCC പ്രസിഡന്റുമാരും കെപിസിസി ഭാരവാഹികളുമായിരുന്ന ഒരു വലിയ നിരയ്ക്ക് 5 വർഷത്തിലധികമായി ഒരു പദവിയും ഇല്ല. ഇവർ മുഴുവൻ പേരും നിരാശരുമാണ്. സുധാകരനെ മാറ്റാൻ വാശി പിടിച്ചവർ പുതിയ പദവിയിലെത്തിയപ്പോൾ തങ്ങളുടെ കാര്യം മറന്നുവെന്നാണ് നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, താരതമ്യേന ജൂനിയർമാരായ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും വർക്കിംഗ് പ്രസിഡന്റ് പദവിയിൽ എത്തിയതോടെ ഇനി മുതിർന്ന നേതാക്കളുടെ സാധ്യതയും അടഞ്ഞു. M. ഹസൻ, ബെന്നി ബെഹനാൻ, KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊടിക്കുന്നിൽ സുരേഷ്, പന്തള സുധാകരൻ, ചെറിയാൻ ഫിലിപ്പ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, MK രാഘവൻ, TN പ്രതാപൻ, VS ശിവകുമാർ, T. സിദ്ദിഖ്, ഡീൻ കുര്യാക്കോസ്, മാത്യു കുഴൽനാടൻ, ഹൈബി ഈഡൻ തുടങ്ങിയ നേതാക്കൾ ഇപ്പോൾ പദവിക്ക് പുറത്താണ്. കൂടാതെ പദവികൾ പ്രതീക്ഷിച്ചിരുന്ന ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള വനിതാ നേതാക്കളും തടയപ്പെട്ടു. ഇക്കാര്യത്തിലും പുതിയ കെപിസിസി അധ്യക്ഷന് വ്യക്തമായ മറുപടിയില്ല. കേരളത്തിലെ കോൺഗ്രസിന്, പ്രത്യേകിച്ച് KSUവിന്റെ ആരംഭകാലം മുതൽ കലാലയങ്ങളിൽ പഠിച്ച് രാഷ്ട്രീയ താല്പര്യമുള്ള, വിദ്യാഭ്യാസ യോഗ്യതയുള്ള യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന അതിശക്തമായ ഒരു നേതൃനിര കേരളത്തിലെ എല്ലാ തലങ്ങളിലുമുണ്ട്. അവരെ എല്ലാവരെയും പാർട്ടിക്കകത്ത് വിവിധ തലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയും ഉൾക്കൊണ്ടും പ്രോത്സാഹിപ്പിച്ചും പ്രൊമോട്ട് ചെയ്തും ഞങ്ങൾ മുന്നോട്ട് പോകും. അതേസമയം സുധാകരനൊപ്പമുണ്ടായിരുന്ന ഭാരവാഹികളുമായി ആദ്യ കെപിസിസി യോഗം നാളെ ചേരാനാണ് തീരുമാനം. പഴയ ഭാരവാഹികളെ നിലനിർത്തി കെപിസിസി യോഗം ചേരാനുള്ള തീരുമാനത്തിലും വലിയ അമർഷത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.